നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആർ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ ഒരു ഫംഗ്ഷൻ ആണത്. ആ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത് ആരാന്നറിയോ? ഈ എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. കാരണം ഇത് നമ്മൾ പലപ്പോഴും കാണുന്ന, നിരന്തരം നമ്മൾ കാണുന്ന ഒരു സാധനമാണ് എക്സ് സ്ക്വയർ സൈൻ ഓഫ് 1/x. എക്സ് സ്ക്വയർ സൈൻ ഓഫ് 1/xന് ഒരു പെക്യുലിയർ പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. മോക്ക് എക്സാംസിനൊക്കെ സ്ഥിരം കാണാറുള്ളതാണ്. ഇത് പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ കേക്ക് വാക്കാണ്. എന്നാൽ ഇത് ഓൾറെഡി അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നല്ല ബുദ്ധിമുട്ടുമാണ്. കാരണം അതിൻ്റെ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഭയങ്കര തിയറട്ടിക്കലായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പരിചയമുള്ള ആളുകളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളെ ക്ലാസ്സിലൊക്കെ സ്ഥിരം പറയാറുള്ളതും അതേപോലെ തന്നെ ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ധാരാളം ക്വസ്റ്റ്യൻസ് തരുന്നതാണ്. മുന്നേ IITക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിരന്തരം മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാറുണ്ട്, ജെയിമിന് വരാറുണ്ട്, ജാം പോലത്തെ പരീക്ഷയിലൊക്കെ വരാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എടുത്തു. യുവർ ഫംഗ്ഷൻ ഇസ് g of x. g of x is equal to x square sin of 1/x, x not equal to 0, 0 when x is equal to 0. ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ 0ലും അതുപോലെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ 0ൽ ഡിഫറൻഷ്യബിൾ ആണ്, എല്ലായിടത്തും അത് ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0ൽ കണ്ടിന്യൂസ് അല്ല. എന്താണ് നമ്മളുടെയൊക്കെ ധാരണ? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണല്ലോ. അങ്ങനെയല്ല, അത് വയലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ, ദ ഡെറിവേറ്റീവ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കയ്യിൽ g'(x) നമ്മൾ എടുത്തു. ഓക്കെ, g'(x) ഞാൻ എടുത്തു. g'(x) അഗൈൻ ഞാൻ ഇതിൻ്റെ h മെത്തേഡിലേക്ക് ഒന്നും പോകണില്ല, നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഞാൻ എഴുതാൻ പോവാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതെന്താ വരാൻ പോണത്? 2x ഇൻറ്റു സൈൻ ഓഫ് 1/x. പിന്നെ അടുത്ത ടേം എന്താ വരാൻ പോണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് 1/x ഇൻറ്റു -1/x². അപ്പോൾ മൈനസ് കോസ് ഓഫ് 1/x. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു 0. 0 ആയിരിക്കും അതിൽ 0ലെ ഡെറിവേറ്റീവ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല, വിശദമായിട്ട് ചെയ്യുന്നില്ല, നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഇത് ഡിഫറൻഷ്യബിൾ ആണ്, ഡെറിവേറ്റീവ് 0ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ല ബിക്കോസ് ഓഫ് ദിസ് ടേം. അഗെയിൻ ഈ ടേമും നമ്മുടെ പോപ്പുലറായ സാധനമാണ്. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 0ൻ്റെ നൈബർഹുഡിൽ ഇതിനെന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ കോസ് ഓഫ് 1/x ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവുക. വേഗം അതെന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ വേഗം അതെന്ത് ചെയ്യുന്നുണ്ടാവും? -1 to 1 അതെന്ത് ചെയ്യുന്നു? കവർ ചെയ്ത് പോകുന്നുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെഫിനറ്റ് ലിമിറ്റ് നമ്മൾ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഫംഗ്ഷനുകൾക്ക് ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണ് സൈൻ ഓഫ് 1/x കോസ് ഓഫ് 1/x. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ g of x, g'(x), ആ g'(x)ൽ ഓസിലേറ്ററി നേച്ചറുള്ള ഒരു ടേം ഉണ്ടാവും. ആ ടേം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് അതിൻ്റെ സൈന് പ്ലസും മൈനസും ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താ പറഞ്ഞത്? 0ൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും g'(x)ലെ കോസ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ ടേമിൻ്റെ ഓസിലേറ്ററി നേച്ചർ കാരണം അത് പ്ലസ് മൈനസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ 0ൻ്റെ നൈബർഹുഡ് എടുത്തു. 0ൻ്റെ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ 0 മുതൽ ഡെൽറ്റ വരെയുള്ള ഒരു റൈറ്റ് നൈബർഹുഡോ അല്ലെങ്കിൽ -Δ മുതൽ 0 വരെയുള്ള ഒരു ലെഫ്റ്റ് നൈബർഹുഡോ എടുത്തു എന്ന് വിചാരിച്ചോ. ഡെൽറ്റ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് g'(x)ന് എന്ത് പറയാൻ പറ്റില്ല? ഒരു സൈൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദിസ് നേച്ചർ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഏത് ഈ കോസ് ഓഫ് 1/x കാരണം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡെറിവേറ്റീവ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ g എന്ന് പറഞ്ഞ ഫംഗ്ഷന് എന്തുണ്ടാവില്ല? ഒരു മോണോട്ടോണിക് ബിഹേവിയർ 0ൻ്റെ റൈറ്റ് നൈബർഹുഡിലോ ലെഫ്റ്റ് നൈബർഹുഡിലോ നമുക്ക് പറയാൻ പറ്റില്ല. ഓർക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. g does not have അല്ലെങ്കിൽ g is not monotonic in an interval 0 to delta or -Δ to 0. ഇതാണ് ഓർക്കേണ്ട ഒരു കാര്യം. യെസ്, ഇതറിയാമെങ്കിൽ നമുക്ക് കാര്യം വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഈ f of x is nothing but നമുക്ക് തന്നിരിക്കുന്ന f of x എന്ന സാധനം 2 - 2x² - gx കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി ഓപ്ഷൻസ് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ദ ഫംഗ്ഷൻസ് നോട്ട് ഡിഫറൻഷ്യബിൾ. തെറ്റാ. കാരണം ഫംഗ്ഷൻ ഓൾറെഡി ഡിഫറൻഷ്യബിൾ ആണ്.
അതിൻ്റെ കൂടെ ഇവന്മാർ കൂടെ കയറി വന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. അതുപോലെ തന്നെ ദർ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് എഫ് ഇസ് ഡിക്രീസിങ് ഇൻ ദ ഇന്റർവൽ 0 to infinity. അഗൈൻ ഇവന്മാർ കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ ഇവൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം എന്താണ്, 0 to ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ഇന്റർവൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മോണോട്ടോണിക് ബിഹേവിയർ ഇല്ല എന്ന് മനസ്സിലാക്കുക. സോ ഇത് തെറ്റാ. ആൻഡ് പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടോ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഇതിനെ നെഗറ്റീവ് ആക്കി തന്നിരിക്കാം. ഫോർ എനി പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ ദ ഫംഗ്ഷൻ എഫ് ഇസ് നോട്ട് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുക. അത് കറക്റ്റാ. ഓക്കെ, അപ്പോൾ സി അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ. ഡിയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞിരിക്കുക. അത് കൊള്ളാലോ. അത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മളെ ഈ എഫ് ഓഫ് എക്സ് എന്ന സാധനം 2 - 2x² മൈനസ് x² സൈൻ ഓഫ് 1/x ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 കേട്ടോ. ഓക്കെ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം 2 ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. എഫ് ഓഫ് 0 is 2 എന്ന് തന്നിട്ടുണ്ട്, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത് 2 - x² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 + സൈൻ ഓഫ് 1/x ആണ്. ഇനി ഈ 2 + സൈൻ ഓഫ് 1/xന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? 2 + സൈൻ ഓഫ് 1/x, സൈൻ ഓഫ് 1/x -1നും 1നും ഓസിലേറ്റ് ചെയ്യും. 2 + സൈൻ ഓഫ് 1/x എന്തായിരിക്കും, 1നും 3ക്കും ഇടയിൽ ഓസിലേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ 2 - സം പോസിറ്റീവ് നമ്പർ, 2ൽ നിന്ന് എന്തോ ഒരു പോസിറ്റീവ് നമ്പർ എടുത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എഫ് ഓഫ് 0ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2, ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ 2നേക്കാൾ താഴെയാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് 0 ആണെന്ന് മനസ്സിലായി നമുക്ക്. എന്ന് പറഞ്ഞാൽ ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ അതെന്തല്ല, ഒരു ലോക്കൽ മിനിമം അല്ല, ലോക്കൽ മാക്സിമം ആണ്. ലോക്കൽ മാക്സിമം ആണെന്ന് ഓർക്കുക. അപ്പോൾ അതും തെറ്റാ. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അല്ല, വലിയ വാല്യൂ ആണ് അവിടെ വരുന്നത് 0ൽ. ബാക്കി അതിൻ്റെ ചുറ്റും എന്താണ്, വാല്യൂസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രീവിയസ് നോളജ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. റൈറ്റ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കുക. റൈറ്റ്, അപ്പോൾ ദി ആൻസർ ഇസ് സി.